തൻ്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ സമസ്തയുടെ നായകൻ മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു കാര്യം പ്രഖ്യാപിച്ചു. എന്താ പ്രഖ്യാപിച്ചത്? കാസർഗോഡ് കുണിയയിലെ ഇബ്രാഹിം ഹാജി എന്ന സഹോദരന്റെ സ്ഥലത്താണ് ആ സമ്മേളനവും ക്യാമ്പും പരിപാടികളും ഒക്കെ നടന്നത്. ആ സഹോദരൻ 45 ഏക്കർ സ്ഥലം ദീനീ ദഅവത്തിന് വേണ്ടി, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി സമസ്തക്ക് തരാൻ തയ്യാറാണ്. അത് ഞാനിതാ ഏൽപ്പിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി എന്ന സഹോദരൻ പറഞ്ഞ വിവരം സയ്യിദുൽ ഉലമ പ്രഖ്യാപിച്ചു. ആ സഹോദരന്റെ സ്ഥലത്താണ് ക്യാമ്പുകളും സമ്മേളന പരിപാടികളൊക്കെയും നടന്നിട്ടുള്ളത്. മാത്രമല്ല, അവിടെ പങ്കെടുത്ത 10,000-കണക്കിന് ആളുകൾ ക്യാമ്പിൽ 3 ദിവസം 4 ദിവസം 5 ദിവസമൊക്കെ അവിടെ സംബന്ധിച്ചവർ ആയിരങ്ങളാണ്. ആ ആളുകൾക്കൊക്കെയും പ്രിയപ്പെട്ടവരെ ഭക്ഷണം ഈ സഹോദരന്റെ വകയായിരുന്നു. 33,313 ആളുകൾ ക്യാമ്പിലുണ്ട്. അതിന് പുറമെ ആയിരക്കണക്കിന് ആളുകൾ വികായ വളണ്ടിയർമാരായിട്ടുണ്ട്. മറ്റ് സേവനങ്ങൾക്ക് വേണ്ടി ആമിലയിലും അനുബന്ധമായി തൊലബയിലുമൊക്കെയുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. ഇവർക്കൊക്കെയും ഭക്ഷണം ആ സഹോദരന്റെ വകയായിരുന്നു. എന്നിട്ട് അതിന് ഒരു അവാർഡ് കൊടുക്കാൻ സമസ്ത തീരുമാനിച്ചിട്ട് അത് വാങ്ങാൻ പോലും ആ സ്റ്റേജിലേക്ക് ആ സഹോദരൻ വന്നില്ല. നിങ്ങൾ ആലോചിക്കുക. അള്ളാഹു ആ സഹോദരന് ബറക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. അവരാകെ ആവശ്യപ്പെട്ടൊരു കാര്യം, ഭാര്യയ്ക്ക് ചില അസുഖങ്ങളുണ്ട്, ഷിഫക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവേ, റബ്ബേ, റഹ്മാനെ, റഹീമേ, ഗഫൂറേ, ജവാദേ, സത്താറേ, ഫത്താഹേ, വദൂദേ, ഹഫീളേ, മുഅ്മിനേ, മുഹൈമിനേ, മലിക്കേ, ജബ്ബാറേ, ഖുദ്ദൂസേ, വഹാബേ, മുതകബ്ബിറേ, ശിഫാ നൽകണേ അല്ലാഹ്.